തിരുവനന്തപുരം കൈതമുക്കിൽ യുവാവിനെ വെട്ടിക്കൊന്നു. കൈതമുക്ക് ചാമക്കടയിലെ കൊലപാതകത്തിൽ ഒന്നിലധികം പേർക്ക് പങ്കുണ്ട്. അക്രമികൾ വാഹനത്തിലാണ് എത്തിയത്. മരിച്ച വിശാഖിനെ കൊലപ്പെടുത്തിയത് അയൽവാസിയായ പ്രദീപും കൂട്ടരുമാണ്. അതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ വിശദമായിട്ട് തരാം. പ്രതിയെ അന്വേഷിക്കുകയാണ്. പ്രതിയെ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. പ്രതി പോയിട്ടുണ്ട്, അതായത് സ്ഥലത്ത് നിന്ന് പോയിട്ടുണ്ട്. പ്രതിയെ പിന്തുടരുകയാണ്. മുൻപ് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? നേരത്തെ ഇവർ തമ്മിൽ ചെറിയ ഇഷ്യൂണ്ട്. വിശാഖ അറസ്റ്റിലായിരുന്നു. അത് ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, പട്ടാപ്പകലാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തിന് വേണ്ടി, എന്തിന്റെ പേരിൽ, എന്തായിരുന്നു പ്രശ്നം? കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത്? ഉൾപ്പെട്ടവർ ആരൊക്കെ? വിവരങ്ങൾ എങ്ങനെ? തിരുവനന്തപുരം കൈതമുക്കിലെ ചെമ്പക്കട എന്ന് പറയുന്ന നല്ല തിരക്കുള്ള പ്രദേശമാണ്. തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. ആ പ്രദേശത്താണ് എന്തായാലും ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി ഇത്തരത്തിലൊരു അരും കൊല നടക്കുന്നത്. ഈ വീടിന് തൊട്ട് മുന്നിലാണ് കൊലപാതകം നടക്കുന്നത്. ദൃശ്യങ്ങൾ തൊട്ടപ്പുറത്തെ ഗേറ്റ് കാണാം. ആ തൊട്ടപ്പുറത്തെ ഗേറ്റിന് പിന്നിലുള്ള വീട്ടിലാണ് ഈ കൊല്ലപ്പെട്ട വിശാഖ് താമസിച്ചിരുന്നത്. അതായത് ഇവർ തമ്മിൽ മുൻപും വൈരാഗ്യമുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ACP ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതായത് അയൽവാസിയായ പ്രദീപാണ് നിലവിൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അത് പോലീസ് ഉറപ്പിക്കുന്നുമുണ്ട് ഒരു പരിധിവരെ. നിലവിൽ ഇവിടേക്ക് ഒരു കാർ എത്തുന്നു. ആ ഘട്ടത്തിൽ ഈ കൊല്ലപ്പെട്ട വിശാഖ് പുറത്തു നിൽക്കുകയായിരുന്നു. ഒരു കാറിലെത്തി 3-4 പേർ കാറിലുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അപ്പോൾ കാറിലേക്ക് എത്തിയ ശേഷമാണ് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടുന്നത്. അതിൽ കൈക്കും കാലിനും വയറ്റിനുമാണ് അവർ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. അങ്ങനെ രക്തം വാർന്നാണ് വിശാഖ് മരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ അയൽവാസിയായ പ്രദീപ് ഈ കൊല്ലപ്പെട്ട വിശാഖ് മുൻപും ഈ പ്രദീപിനെ ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ട് മുൻപും പ്രശ്നങ്ങളുണ്ടായിരുന്നു തമ്മിൽ. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടക്കുമ്പോൾ പ്രതിയിലേക്ക് എത്തുക പോലീസിന് അത്ര പ്രയാസമായിരുന്നില്ല. എങ്കിലും ഇത് ആസൂത്രിതമാണോ അല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. കാരണം ഈ പറയുന്നത് പോലെ വിശാഖ് പുറത്ത് നിൽക്കുമ്പോഴാണ് ഒരു കാർ ഇവിടേക്ക് കൃത്യമായി എത്തിയ ശേഷം വീടിന് തൊട്ട് പുറത്തുള്ള റോഡിൽ വെച്ച് ഈ കൃത്യം നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ വിശാഖിൻ്റെ വീട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ആസൂത്രിതമായാണ് ഇത് നടത്തിയെന്ന സംശയമാണ് പോലീസിനുള്ളത്. കാരണം ഇവർ തമ്മിൽ മുൻപും പ്രശ്നങ്ങളുണ്ടായിരുന്നു, കേസുകളുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പ്രദേശം തന്നെയാണ് ഈ കൃത്യം നടത്തുമ്പോൾ പ്രത്യേക പ്രകോപനമാണോ എന്നുള്ള സംശയമുണ്ട്. കാരണം തൊട്ടടുത്തെല്ലാം വീടുകളുണ്ട്, അത്രമാത്രം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, വാഹനങ്ങൾ കടന്നു പോകുന്ന തിരക്കുള്ള സ്ഥലമാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ CCTVയും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ CCTV നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കാരണം ഈ കൃത്യം നടന്ന തൊട്ട് മുന്നിലാണ് ഈ CCTV ക്യാമറകളുള്ളത്. മുൻപ് ഈ പ്രശ്നം നടന്ന ഘട്ടത്തിലും CCTVകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമായിരുന്നു. എങ്കിലും അത് ശരിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരൊക്കെ എത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ പ്രതികൾ സഞ്ചരിച്ച വാഹനം മാരുതി ഓൾട്ടോ സിൽക്കി സിൽവർ കളറിലുള്ള വാഹനത്തിൽ ഇവർ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. പങ്കെടുത്തു എന്നതിനെ പറ്റി പോലീസിന് വ്യക്തമായ വിവരമുണ്ട്. പക്ഷേ ഇവർ ഇവിടെ രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ ഇവരെ പിടികൂടുക എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ ഈ നമ്പർ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നിലവിൽ എന്തായാലും ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നിലവിൽ ACP ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയിരുന്നു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുമ്പോൾ പ്രതിയെപ്പറ്റി കൃത്യമായ വിവരമുണ്ട് എന്ന് തന്നെയാണ് നമ്മോട് പറയുന്നത്. ഇപ്പോൾ എന്തായാലും മറ്റു CI ഇവിടെയുണ്ട്. സാർ, എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ല? എന്തായാലും അത് തന്നെയാണ്. ഇന്നത്തെ പോലീസ് സംഘം ഉൾപ്പെടെയുള്ളവർ എത്തി മടങ്ങിയിട്ടുണ്ട്. കമ്മീഷണറും ഇവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ എന്തായാലും CIക്ക് നിലവിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും പ്രതികൾ ഇപ്പോഴും കാണാമറയത്താണ്. പക്ഷേ അവരെപ്പറ്റി കൃത്യമായ വിവരമുണ്ട്. ആ വാഹനം ഉൾപ്പെടെ ട്രേസ് ചെയ്യാനുള്ള നടപടിയിലാണ് പോലീസുള്ളത്. തിരുവനന്തപുരം കൈതമുക്കിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം, നമ്പറിലുള്ള കാറിനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നു. ആ കാറിലായിട്ട് എത്തിയിട്ടുള്ള സംഘമുണ്ട്. അതായത് ഇവരുടെയൊക്കെ പങ്കാളിത്തം ഉൾപ്പെടെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അറിയേണ്ടത്. പോലീസ് അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ, അവിടെ നമുക്ക് ഏതെങ്കിലും മറ്റ് നാട്ടുകാരുടെയോ മറ്റോ പ്രതികരണത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടോ? എന്താണ് അവർക്കൊക്കെ പറയാനുള്ളത്? വലിയ നടുക്കത്തിലായിരിക്കും ആ നാടാകെ ഉണ്ടാവുക.
നിലവിൽ എന്തായാലും അത്തരം പ്രതികരണത്തിന് നാട്ടുകാർ തയ്യാറാകുന്നില്ല. കാരണം ആദ്യഘട്ടത്തിൽ നമ്മൾ എത്തിയപ്പോൾ തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവരും ആ ഭയപ്പാടിലാണുള്ളത്. കാരണം ഈ പ്രശ്നങ്ങൾ നിരന്തരം കാണുന്ന ആൾക്കാരാണ്. അത് പരിഹരിക്കപ്പെടണമെന്ന് നിരവധി തവണ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളോട് പറഞ്ഞിട്ടുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ള ഒരു ആശങ്കയും ഭയവും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്തുള്ള ആളുകളെ പോലീസ് അങ്ങോട്ട് പോയി കണ്ടതല്ലാതെ അവർ പുറത്തേക്ക് വരുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോഴും ഈ നാട്ടുകാർ ഇവർക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ്. ഇവിടെ ഈ സ്ഥിരമായി ഈ പ്രശ്നങ്ങൾ നടക്കുന്നതും അവരെ ഭയപ്പെടുത്തിയിരുന്നു. നിലവിൽ എന്തായാലും ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ അത്രമാത്രം ജനനിബിഡമായ ആളുകൾ അടുത്തടുത്ത് താമസിക്കുന്ന ഇടങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അവിടെ വെച്ചാണ് വാഹനത്തിലെത്തി ഈ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുക. ഹെൽമറ്റും ബാഗും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്ന വിശാഖിനെ ഇത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതായത് അത്രമാത്രം ആളുകൾ ഭയപ്പെടാൻ മാത്രം ഇവരുടെ പശ്ചാത്തലം എന്താണ്? നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്കെല്ലാം പോലീസ് കേസുകളുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള പ്രശ്നം പലപ്പോഴും സംഘർഷത്തിലേക്കും കത്തിക്കുത്തിലേക്കും ഒക്കെ മുൻപും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട വിശാഖ് മുൻപ് പ്രദീപിനെ, അതായത് ഇപ്പോൾ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ പ്രദീപിനെ ആക്രമിച്ച കേസിലും പ്രതിയായിട്ടുള്ള ആളാണ്. വർഷങ്ങൾക്ക് മുൻപാണ് നടന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം നിലനിൽക്കുകയായിരുന്നു. ഇപ്പോൾ എന്ത് പ്രകോപനമാണ് പെട്ടെന്നുണ്ടായത് എന്നുള്ള സംശയമാണ് നിലവിലുള്ളത്. ഇവർ നിലവിൽ എന്തായാലും മുൻപും തന്നെ പ്രശ്നബാധിത പ്രദേശമായിരുന്നു. കാരണം ഇവിടെ താമസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ വരികയും ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുന്നതൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് ഇത്തരം ഒരു കൊലപാതകത്തിലേക്കും പോകുമെന്ന് നാട്ടുകാരും കരുതിയിരുന്നില്ല. പ്രശ്നമുണ്ട്, അത് പരിഹരിക്കപ്പെടണം. ആ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് നാട്ടുകാരൊക്കെ. മുൻപും പോലീസ് ഇവിടെ ആഴ്ചകൾക്ക് മുമ്പും പോലീസ് പ്രദേശത്തേക്ക് ഒരു ബഹളം ഉണ്ടായപ്പോൾ വന്നിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിലവിൽ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ അവർ ആശങ്ക വളരെ വലുതായി നിൽക്കുകയാണ്.